വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 83,998 വോട്ടർമാരുടെ കുറവ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8,89,425 വോട്ടർമാരാണ് പട്ടികയിലുണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് 8,05,427 വോട്ടർമാരായി കുറഞ്ഞു. ദേവികുളം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ കുറഞ്ഞത്. വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 83,998 വോട്ടർമാരുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8,89,425 വോട്ടർമാരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് 8,05,427 വോട്ടർമാരായി കുറഞ്ഞു. ദേവികുളം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ കുറഞ്ഞത്. ദേവികുളത്ത് മാത്രം 27,135 വോട്ടർമാർ പട്ടികയിൽ നിന്നും പുറത്തായി. തൊടുപുഴയിലാണ് ഏറ്റവും കുറവ് വോട്ടർമാർ പുറത്തായത്. 2,869 വോട്ടർമാർ മാത്രമാണ് തൊടുപുഴയിൽ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8,92,313 വോട്ടർമാരാണ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിലായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 86,886 വോട്ടർമാരാണ് നിലവിൽ പട്ടികയിൽ കുറവുള്ളത്. ദേവികുളം മണ്ഡലത്തിൽ ഇത്തവണ 1,42,265 വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. 2021 അത് 1,69,400 ആയിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണം 1,66,746 ആയിരുന്നു. ഇത്തവണ ഇടുക്കിയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കടുത്ത മത്സരത്തിനാണ് കളമൊരുങ്ങിയിട്ടുള്ളത്. ദേവികുളത്താകട്ടെ കടുത്ത ത്രികോണ മത്സരവും പ്രവചിക്കപ്പെടുന്നു. വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണത്തിലൂടെ 1,00,000-ലധികം വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായത് മണ്ഡലത്തിൽ മുന്നണികളുടെ വിജയ സാധ്യതയെ പ്രവചനാതീതമാക്കുന്നതിൽ സംശയമില്ല. സിറ്റി വിഷൻ, രാജാക്കാട്.